നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. നിൻ ജീവൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യമാ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യത്തിൽ കൂടെയായിരിക്കുന്ന പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയുടെ നിർച്ചാലായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നിൻ്റെ ആത്മീയ വിചാരങ്ങളെ ധ്യാനിക്കാൻ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ കൃപയുടെ നിർച്ചാലാണ്. അമ്മയോട് ബന്ധപ്പെടുത്തി ആത്മീയ മേഖല ആഴത്തിലും ആവർത്തിച്ചും ധ്യാനിക്കുന്നൊരു വിഷയമാണ് ഈ കൃപ. പരിശുദ്ധ അമ്മയിൽ സ്വർഗം ഭൂമിക്ക് ആവശ്യമായത് മുഴുവനും കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിധത്തിൽ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന കൃപാനദിയെ തടസ്സപ്പെടുത്തുക എന്നത് പല സമൂഹങ്ങളുടെയും ഒരു അജണ്ടയാണ്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണ്. പതിയെ പതിയെ അത്തരം ആളുകളുമായിട്ടും പഠനങ്ങളുമായിട്ടും നമ്മൾ ഇടപഴകിക്കഴിയുമ്പം നമ്മുടെ ഉള്ളിലിങ്ങനെ മാതാപിതാക്കൾ കൈമാറിക്കിട്ടിയ പൂർവികരിലൂടെ നമ്മളിലേക്ക് പകർന്നേകപ്പെട്ട കൃപയുടെ സാധ്യതകൾ മങ്ങി ഇരുണ്ട് അടഞ്ഞ് ഒടുങ്ങിപ്പോവും. അതുകൊണ്ട് വിശുദ്ധ ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കും. വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് ജോർദാനോ പറയുന്നു, ലോകാവസാനം വരെ മനുഷ്യർ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള എല്ലാ നന്മകളും കൃപകളും അത് വന്നിരിക്കുന്നത് വരാൻ പോകുന്നതും അത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കൃപകളൊക്കെയും കൈകാര്യം ചെയ്യാനായിട്ടും കൈമാറ്റം ചെയ്യാനായിട്ടും ദൈവം തീരുമാനിച്ച് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്ന്. വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമൊക്കെ ഇങ്ങനെ പറയുമ്പം അവർ കൃത്യതയോടുകൂടിയിട്ട് പാഴ്വാക്കു പറയില്ലെന്ന് മാത്രമല്ല, അവർ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചതേ പങ്കുവെക്കുകയുള്ളൂ. ബോധ്യങ്ങളെ അവരുടെ അധരത്തിൽ നിന്നും പ്രാർത്ഥനകളായും വാക്കുകളായും പുറത്തു വരികയുള്ളൂ. വചനം പോലെ തന്നെ പ്രാധാന്യമുണ്ട് വിശുദ്ധ ജീവിതങ്ങളുടെ വാക്യങ്ങൾക്ക്. കാരണം വചനത്തിൽ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് ജീവിച്ചിട്ട് അവരിങ്ങനെ വാക്കുകളിലൂടെ എഴുതി വെച്ചു ചില ജീവിതക്കുറിപ്പുകൾ. അതുകൊണ്ട് വചനം പോലെ പ്രസക്തമാണ് വിശുദ്ധ ജീവിതങ്ങളുടെ പുണ്യജീവിതങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. വീണ്ടും ബെർണാഡ് പുണ്യവാൻ പറയും, താൻ വിതരണം ചെയ്യാൻ എല്ലാ കൃപകളും പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിലൂടെ വിതരണം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. സ്വർഗം തീരുമാനിച്ചു. ദൈവം തന്നെയാണ് ആ കൃപകളൊക്കെ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ കൊടുക്കാനായി തീരുമാനിച്ച് അവളെ കൃപയുടെ നീർച്ചാലാക്കി മാറ്റിയത്. ഇതൊരു സുന്ദരമാണെന്ന് അറിയണ്ടേ? ഈ നീർച്ചാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടെ അറിയണ്ടേ?
നീർച്ചാലിൻ്റെ പ്രത്യേകത അത് ചുമ്മാ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, അതിങ്ങനെ അനർഘളമായിട്ട് ഒഴുകുന്ന ഇടമാണ്. അതെന്നും പുതിയ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ്. അതൊരു പുതുജീവൻ്റെ ഇടമാണ്, പുതിയ സാധ്യതയുടെ ഇടമാണ്. പരിശുദ്ധയമ്മ വെറും കൃപയുള്ള വ്യക്തി എന്ന് മാത്രമല്ല പറയണേ, അവൾ കൃപയുടെ നീർച്ചാലാണ്. കൃപ ഇങ്ങനെ ഉത്ഭവിക്കണതും അത് ഓരോ നിമിഷവും പുതുതായിട്ട് മാറുന്നതും ഈ അമ്മയോട് ചേർന്നാണ് എന്നർത്ഥം. ഒരിക്കൽ ചവിട്ടിയ വെള്ളത്തിൽ വീണ്ടും ചവിട്ടാനാവില്ലല്ലോ. ഒരിക്കൽ കണ്ടുമുട്ടിയ അനുഭവത്തെ പിന്നീട് ഒരിക്കലും നമുക്ക് അതേ രീതിയിൽ പുനരാവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, അമ്മയോട് ചേർന്നൊരു വ്യക്തി ജീവിക്കുമ്പം വലിയ കൃപകളിലേക്കെത്തും. അതുകൊണ്ട് ആത്മീയമായ മേഖലയിൽ ഈ നാളുകളിൽ ജപമണികളോട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ആത്മീയ മേഖലയിൽ സംഘർഷം അനുഭവിക്കുന്നവർ, ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തവർ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ, കുടുംബത്തിൻ്റെ ആത്മീയ മേഖല തകർന്ന് തരിപ്പണമായവർ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് മക്കളോ പ്രിയപ്പെട്ടവരും അകന്നുപോയവർ, അങ്ങനെയുള്ളവരുടെ നിയോഗങ്ങളൊക്കെ ഓർക്കുകയാണ്. അത്തരം നിയോഗങ്ങളിലേക്ക് മുഴുവനും അമ്മയുടെ കൃപയൊഴുകിയാൽ, അമ്മയുടെ കൃപ ഒരു പാലം പോലെയാണ്. അമ്മയുടെ കൃപ ഒരു പാലം പോലെയാണ്. സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകുമ്പം, അബ്രാഹത്തിനും ലാസറിനുമിടയിൽ ഒരു വലിയ ഗർത്തമുണ്ട് എന്ന് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തും പോലെ, ഞങ്ങൾക്കും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവാത്ത വിധം പിശാചുണ്ടാക്കിയെടുക്കുന്ന ഗർത്തത്തിൽ ഈ പരിശുദ്ധിയമ്മ നരകസർപ്പത തല തകർത്തവൾ അവിടെ ഒരു പാലം പണിയുകയാണ്. അമ്മ പണിയുന്ന പാലത്തിൻ്റെ പേര്, അമ്മയൊരുക്കുന്ന പാലം, അത് കൃപയുടെ പാലമാണ്, അത് കൃപയുടെ നീർച്ചാല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, കൊതിയോടുകൂടിയിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകവും ദേശവും ഇന്ന് വലിയ ദുരന്തങ്ങളിലേക്ക് കടന്നു പോകുന്നു. ആഭ്യന്തര കലഹങ്ങളിലേക്ക് പോകുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ഇതിൻ്റെ കാരണം തേടി അലയുമ്പം ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ അടിസ്ഥാനപരമായിട്ട് കഴിവുള്ള ആളുകൾ കൂടി വരുന്നു. പണ്ടത്തേതിലുമൊക്കെ കുടുംബത്തിലും ഏതു മേഖലയിലും, ശാസ്ത്രത്തിൻ്റെ മേഖലയാകാം, സാങ്കേതിക മേഖലയാകാം, ഏത് മേഖല നമ്മൾ നോക്കിയാലും അവിടെ എന്തുണ്ട്? അവിടെ കഴിവുള്ളവർ കൂടിയിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്ക് പോലും എന്തുമാത്രം അറിവും കഴിവുമുണ്ടെന്നു. എന്നാൽ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നത് കൃപയാണ്. രണ്ട് കഴിവുള്ള ജീവിതങ്ങൾക്ക് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കാനാവണമെന്നില്ല. അതിൽ കൃപയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിലേ കുടുംബജീവിതം മുൻപോട്ട് പോകൂ. ഏത് ബന്ധങ്ങളും അങ്ങനെയാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ സന്യാസമാകാം, സമർപ്പിത ജീവിതമോ പൗരോഹിത്യ ജീവിതമോ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ എന്ത് ജീവിതത്തിൻ്റെ അവസ്ഥയിലുള്ളവരാണെങ്കിലും അവിടെ കഴിവുള്ളവർ മാത്രം കൂടിയാൽ, കഴിവ് അധികമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായത് മാറിയാൽ യാത്ര ദുസ്സഹമായിട്ട് മാറും. മറിച്ച് അവിടെ കൃപയുള്ളവരുടെ ആവശ്യമുണ്ട്. കൃപയാണ്, അതൊരു ഫ്ലൂയിഡ് പോലെയാ, അത് ലിഗ്മെന്റ് പോലെയാ, അതിങ്ങനെ ഘർഷണം കുറയ്ക്കാൻ സഹായകമാകും. അതുകൊണ്ട് പരിശുദ്ധയമ്മ ഈ കൃപയുടെ നീർച്ചാലായതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പറയാം, ദൈവമാതാവ് എന്ന സ്ഥാനവും നമ്മുടെ അമ്മ എന്ന സ്ഥാനവും പരിഗണിച്ച് കൃപയുടെ വിതരണം മുഴുവനും ഈ അമ്മയെ ദൈവം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ മാതാവായതുകൊണ്ടും നമ്മുടെ അമ്മയായതുകൊണ്ടും ദൈവത്തിൽ നിന്നും നമ്മിലേക്ക് ഈ കൃപയുടെ പാലം വഴിയായി വലിയ അനുഗ്രഹത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയെ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയും അമ്മ ഇങ്ങനെ കൃപ വിതരണം ചെയ്യാൻ വേണ്ടി ഒക്ടോബറിൽ കൊതിയോടെ കാത്ത് എന്നെയും നിങ്ങളെയും തേടി നടക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇടമുറിയാറ് ജപമാല ചൊല്ലി ഇടതടവില്ലാതെ അമ്മ സുഹൃതങ്ങൾ കൊണ്ട് എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ അമ്മയുമായുള്ള ബന്ധത്തെ, ആ ഹോട്ട് ലൈൻ അണഞ്ഞു പോകാതെ, അത് കെട്ടുപോകാണ്ട് നോക്കണം. ഒരമ്മ എന്നോട് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. മക്കൾ 2 എണ്ണം 9ലും +2 ഒക്കെ പഠിക്കുന്ന മക്കളാണ്. കുറേ വർഷം മുമ്പാ, കോവിഡിനൊക്കെ മുമ്പാ. മക്കളോട് പള്ളിയിൽ പോകാൻ പറയുമ്പം ചെകുത്താ മരക്കുരിശ് കാണുന്നത് പോലെ എന്ത് ചെയ്താലും ഒരു പള്ളിയിൽ പോകില്ല. ഈ ചേട്ടനും ചേച്ചിയും എന്നും പള്ളിയിൽ പോകുന്നവരാണ് താനും. അപ്പം അറിയാതെ കൗതുകത്തോടു കൂടെ ചോദിച്ചു, എന്നിട്ടും എന്താ ഈ പിള്ളേരിങ്ങനെ പോകാത്തത്? അക്കൂട്ടത്തിൽ അമ്മയോട് ഞാൻ ചോദിച്ചു, പിള്ളേർ വല്ലതും പറയാറുണ്ടോ ഇതിനെക്കുറിച്ച്? അപ്പം ഈ അമ്മ പറഞ്ഞു, മൂത്തവൾ ഇടയ്ക്കിടയ്ക്ക് പറയും, പപ്പയും അമ്മയും പള്ളിയിൽ പോകുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, പള്ളിയിൽ പോയി വന്ന് വേഷം മാറും മുമ്പേ നിങ്ങൾ യുദ്ധം ആരംഭിക്കും, ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം?
അടിസ്ഥാനപരമായിട്ട് ഈ കൃപയില്ലാത്തത് കൊണ്ട് പറ്റുന്ന കുഴപ്പം. ഒരു മകനെക്കുറിച്ച് ഒരു അപ്പം പറഞ്ഞത്, എൻ്റെ അച്ഛാ കഴിവുണ്ട്, അറിവുണ്ട്, സമ്പത്തുണ്ട്, സാധ്യതകളൊക്കെയുമുണ്ട്, അവൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല. ഞാനതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പറഞ്ഞു, അത് കൃപയില്ലാത്തതിൻ്റെ പ്രത്യേകതയാണ്. ലോകമിന്ന് ഈ കൃപയുടെ നിർച്ചാലായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആ അമ്മയോട് ചേർന്ന് അഭയം തേടേണ്ട കാലമാണ്. ഒരുപാട് സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിലും മക്കളോടും മാതാപിതാക്കളോടുമുള്ള ആ ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതിടങ്ങളിലും സംഘർഷപൂരിതമാകുന്ന ഇടങ്ങളിൽ അവിടെ അസാമാന്യമായിട്ടുള്ള ഈ കൃപയുടെ നീർച്ചാലൊഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ബർണാഡ് പുണ്യവാൻ പറഞ്ഞില്ലേ, കൃപ വർഷിക്കാൻ വേണ്ടി സകല കൃപകളും ദൈവം മറിയത്തെ ഏൽപ്പിച്ചു, മറിയത്തിൽ നിറച്ചു വെച്ചു. അൽഫോൻസ് ഗ്രിഗോരി പുണ്യവാൻ പറയും, ഒരുവൻ എത്രത്തോളം മറിയത്തിൻ്റെ സഹായം അവഗണിക്കുന്നുവോ അത്രത്തോളം രക്ഷയ്ക്കു വേണ്ടിയുള്ള കൃപകൾ നേടിയെടുക്കുന്നതിൽ അവൻ ബുദ്ധിമുട്ടും. രക്ഷപ്പെടാനായിട്ട് കൃപ നേടണമെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ പോകണം. ഒറ്റയ്ക്ക് പോയാൽ ഈ കൃപയെ നേടിയെടുക്കാൻ നമുക്കാവില്ലെന്ന് വിശുദ്ധർ പറയും. അതുകൊണ്ട് തന്നെ പാപികളെ കാണുമ്പം അഗസ്തീനോസ് പുണ്യവാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഞാനും ഇതുപോലെ ഒരു പാപികളുടെ വേഷത്തിലും പാപത്തിലും അലയേണ്ടവനാണ്. ഇന്ന് ഞാൻ അല്പമൊന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സ്വർഗത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അമ്മയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൈമാറിയ കൃപയാണതിന് കാരണം. അഗസ്തീനോസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, തന്നെ വീണ്ടും പാപത്തിൻ്റെ വഴിയിലേക്ക് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നവരോട് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞിരുന്നൊരു കാര്യം, നീ ഉദ്ദേശിക്കുന്ന പഴയ അഗസ്തീനോസ് അയാൾ മരിച്ചുപോയി, ഇത് കൃപയുള്ള അഗസ്തീനോസാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒക്ടോബറിൻ്റെ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വളരെ പ്രത്യേകമായിട്ട് മക്കളോടും പങ്കാളിയോടും കുടുംബത്തോടും ദേശത്തോടുമൊക്കെ ദൈവമേ നിൻ്റെ കൃപ ചേർക്കണേ എന്നുണ്ട് പ്രാർത്ഥിച്ചേ. കഴിവ് കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നല്ല വെട്ടം കിട്ടിയ മാതാപിതാക്കൾ മക്കളോട് ബന്ധപ്പെടുത്തിയൊക്കെ പ്രാർത്ഥന പറയുമ്പം, എൻ്റെ അച്ഛാ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കാലത്തിൻ്റെ കഴിവോ ലോകത്തിൻ്റെ അറിവോ ഈ ബുദ്ധിമാന്മാരുടെ വൈഭവങ്ങളോ ഒന്നും വേണമെന്നല്ല പറയണത്, മറിച്ച് നല്ല കൃപയുള്ള മക്കൾ കൃപ ഇങ്ങനെ ജീവിതത്തിൽ നിറയാൻ തീരുമാനമെടുത്തൽ. എഫേസ്യസ് ലേഖനം 2 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കൃപയെക്കുറിച്ച്. വീണ്ടും റോമാലേഖനം 6:14 കൃപയെക്കുറിച്ച് കൃത്യമായും സൂചനകളുണ്ട്. പാപികൾക്ക് നഷ്ടമായ കൃപയൊക്കെ അമ്മ വഴിയായിട്ട് മടക്കിത്തരും. കാർഡിനൽ ഫ്യൂഗോ പറയുന്നു, പാപികൾ മറിയത്തിൻ്റെ അടുക്കൽ ഓടിയെത്തട്ടെ, തങ്ങൾ നഷ്ടമാക്കിയതൊക്കെ അവൾ നേടിത്തരും. വിശുദ്ധ അന്തോനീസ് പറയുന്നുണ്ട്, അമ്മയെ കൂടാതെ കൃപ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ചിറകില്ലാതെ പറക്കുന്നത് പോലത്തെ ഒരു പണിയാണ്. അതുകൊണ്ട് ഈ ഒക്ടോബർ നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ പിടിക്കാനായിട്ട് സ്വർഗം നമുക്ക് വേണ്ടി ചാഞ്ഞിറങ്ങുന്ന സമയമാണ്. സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ? കടബാധ്യത കൊണ്ട് നിനക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? മക്കളെ ഓർത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ? പങ്കാളിയുടെ വഴിമാറലോർത്ത് നിനക്ക് ജീവിതയാത്ര ദുസ്സഹമായി മാറുകയാണോ? ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ജപ്തിയുടെ നോട്ടീസ് കണ്ട് നീ വിരളി കൊണ്ട് നിൽക്കുകയാണോ? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇത്തരം ഇടങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ നേർച്ചാലായ അമ്മയെ ഒന്ന് കൂട്ടുപിടിച്ചേ, ധൈര്യപൂർവ്വം അമ്മയൊന്ന് വിളിച്ചേ, അമ്മയോടൊന്ന് പറഞ്ഞേ, അമ്മയുടെ കൃപാ നേർച്ചാൽ എൻ്റെ വീട്ടിലേക്കൊന്ന് ഒഴുക്കാൻ. ഈ കൃപയുടെ നേർച്ചാലിന് ഒരു വലിയ സാധ്യതയുണ്ട്. അതിനങ്ങനെ കുന്നും മലയൊന്നും പ്രശ്നമല്ല, അതിന് കുണ്ടും കുഴിയൊന്നും പ്രശ്നമല്ല. അതെല്ലാത്തിനെയും നികത്തി അതുക്കും മേലെ ഒഴുകും. എസെക്കിയേൽ 47 കൃപാനദിയെക്കുറിച്ച് വചനം പറയണില്ലേ? ബലിപീഠത്തിൽ നിന്നും ഒരു നദി പുറപ്പെടുന്നു. ആ നദിയുടെ പ്രത്യേകത എന്താ? വചനം അടിവരയിട്ട് പറയും, ആ നദി കാൽപ്പാദം നനയാൻ, മുട്ടോളമാകാൻ, അരയൊപ്പമാകാൻ, കഴുത്തൊപ്പമാകാൻ, നീന്തിക്കടക്കാൻ കഴിയാത്ത നദി പോലെയാകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ നദിയെക്കുറിച്ച്. അത് കൃപയുടെ നദിയാണ്. ഓരോ മാസവും പുതിയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന, ആ തീരത്ത് വളരുന്ന വൃക്ഷങ്ങളൊക്കെ ഇലകൊഴിയാതെ നിൽക്കാൻ സഹായകമാകുന്ന, ആ വെള്ളത്തിൽ ഇഷ്ടം പോലെ മത്സ്യസമ്പത്തുണ്ടാകാൻ പര്യാപ്തമാകുന്ന, എന്ന് വെച്ചാൽ ഏതു കരയിലും വെള്ളത്തിലും വ്യക്തികളിലും ചുറ്റുപാടിലുമൊക്കെ വേണ്ടത് വേണ്ടും വിധം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ഈ ഒക്ടോബർ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട മുഴുവൻ കൃപകളും ആർജിക്കാൻ ദൈവം സ്വർഗം പ്രതീക്ഷയോടെ നമുക്കായിട്ട് വാതിൽ തുറന്ന് വിതരണം ചെയ്യാൻ അമ്മയെ ഏൽപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അമ്മയോട് ചേർത്ത് തന്നെ എല്ലാ നിയോഗങ്ങളും, അമ്മയോട് ചേർന്ന് തന്നെ സകല പ്രാർത്ഥനകളും,
അമ്മയെ ചേർത്ത് പിടിച്ചു തന്നെ ആ കൃപയുടെ അനുഭവത്തിൽ ആയിരുന്നു കൊണ്ട് തന്നെ സകല നന്മകളും നമുക്കൊന്ന് സ്വന്തമാക്കാം. നമുക്ക് അമ്മയോട് ചേർന്ന് ഈശോയോട് പറയാം, ഈശോയെ ഒന്ന് ആരാധിക്കാം. സ്നേഹത്തോടെ പറയണം, ദാഹത്തോടെ പറയണം. അമ്മയിലൂടെ ദൈവമൊരുക്കുന്ന, അമ്മയിലൂടെ സ്വർഗമൊരുക്കുന്ന, അമ്മയിലൂടെ ദൈവം പ്രദാനം ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങൾ, വലിയ കൃപകൾ നമുക്കൊന്ന് നേടിയെടുക്കാം. കൃപകൾ ഒഴുകുന്ന ഈ അമ്മ, കൃപകൾ ഒഴുക്കുന്ന അമ്മ, വാത്സല്യം ആവോളം നൽകുന്ന അമ്മ, ആ അമ്മ സ്നേഹത്തിൻ്റെ തണലിൽ നമുക്കൊന്ന് ജീവിതത്തെ വളരെ കൃപയോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൃപ തൂകി നിൽക്കും മാതാവേ, വാത്സല്യമേകും മാതാവേ, ആശ്രിതർക്കെന്നും അഭയമേകും സ്വർഗീയ കേദാരമേ, സ്വർഗീയ കേദാരമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് കൃപയുടെ ഒഴുക്കുന്ന തടസ്സമായ നമ്മുടെ ജീവിതത്തിൻ്റെ പാപബന്ധനങ്ങളെ, പൈശാചിക പീഡകളെ, ദുഷ്ടസ്വാധീനങ്ങളെ, ഈ കൃപയിലൂടെ എനിക്കായിട്ട് ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്തിട്ട് നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തോട്, കുടുംബത്തോട്, ബന്ധങ്ങളോട്, നിയോഗങ്ങളോട്, പ്രാർത്ഥനകളോട് ദൈവമേ കൃപയൊടുക്കണമേ, കൃപയൊടുക്കണമേ. നമ്പരാനെ അവിടുത്തെ നേർച്ചാലൊടുക്കട്ടെ. ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. നമ്പരാനെ നിന്റെ കൃപ, അമ്മയ്ക്ക് കൊടുത്ത അതേ കൃപ അതിൽ ഞങ്ങൾക്കും ഒരു പങ്ക് തന്നേ. ദിവ്യകാരുണ്യത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ പൗലോസ് കൊതിയോടെ പ്രാർത്ഥിച്ചതുപോലെ മുള്ളുകൾ മാറ്റണ്ട കൃപ മതി. അളവില്ലാത്ത കൃപ, അളവറ്റ കൃപ, നിലയ്ക്കാത്ത കൃപ, വെറും കൃപയല്ല, നേർച്ചാൽ പോലത്തെ കൃപ, പനിനീര് പോലത്തെ അഭിഷേകമൊഴുകുന്ന നല്ല സുന്ദരമായ തെളിനീരിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുന്ന കൃപ. ആ കൃപ നേർച്ചാൽ നമ്മൾ ഓരോരുത്തരും ആവട്ടെ, അത് നമ്മളിലൂടെ ആവട്ടെ. കുടുംബത്തിലേക്ക് ഈ അമ്മയും ഈ ദിവ്യകാരുണ്യവും ചേർന്ന് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പുതിയ വീഥി വെട്ടിത്തുറക്കട്ടെ. അതെൻ്റെ പാപത്തിൻ്റെ ബന്ധനമഴിക്കും, അതെൻ്റെ രോഗത്തിൻ്റെ പീഡകളെ മാറ്റും, അതെൻ്റെ സഹനത്തിൻ്റെ കഷ്ടതയുടെ അവസ്ഥകളെ പരിഹരിക്കും. അത് ഞാനറിയാതെ എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയ എല്ലാ വിധത്തിലുമുള്ള നാരകീയ പൈശാചിക ശക്തികളുടെ പീഡനങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും, ലോകം സ്വസ്ഥതയിലും ശാന്തിയിലുമാവും. മക്കൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരും, അവർ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകും. ആവനാഴിയിലെ അമ്പ് പോലെ, മേശയ്ക്ക് ചുറ്റുമുള്ള സൈറ്റമുള്ളകൾ പോലെ മക്കൾ മാറാനിടയാവും. ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് ആ കൃപയിലേക്ക്, ആ കൃപാനദിയിലേക്ക് എന്നെ കൂടെ ചേർക്കില്ല ഈശോയെ. പ്രാർത്ഥിക്കാം നമുക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ
തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. മരുഭൂമിയിലെ തെളിനീരാണ്, മരുഭൂമിയിലെ മരുപ്പച്ചയാണ്, മരുഭൂമിയിലെ നിർച്ചാലാണ് പരിശുദ്ധയമ്മ. എന്തൊരു ഭാഗ്യമാണ് നമ്മുടേത്, എന്തൊരു ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുക. ഈ അമ്മ മാതാവിൻ്റെ ഒപ്പം ഈ അമ്മ വാത്സല്യത്തിൻ്റെ തണലിൽ കഴിയുമ്പം ഇന്നോളം നഷ്ടപ്പെടുത്തിയ കൃപയുടെ സാധ്യതകളെ ഓർത്ത് ഒന്ന് മാപ്പ് ചോദിച്ചേ. അനുഗ്രഹം പലതും നമുക്കായിട്ട് ദൈവം അമ്മ വഴി നൽകാൻ ഒരുങ്ങിയപ്പം നമ്മളിങ്ങനെ കാലത്തിൻ്റെ തിരക്കിലും കഴിവിൻ്റെ ബലത്തിലും അറിവിൻ്റെ കരുത്തിലുമൊക്കെ ജീവിച്ചു കടന്നു പോകുമ്പം അവിടെ കൃപയൊഴുകിയില്ല. ചേരുമ്പടി ദൈവം ചേർത്ത പല ബന്ധങ്ങളും, സ്വർഗം പ്രതീക്ഷയോടുകൂടിയിട്ട് കൂട്ടിയിണക്കിയ പലയിടങ്ങളും നമ്മൾ വേണ്ടും വിധം അതിനെ കൈകാര്യം ചെയ്യാതെ പോയതുകൊണ്ട്, അതിൽ ഈ ദൈവിക ഇടപെടലിൻ്റെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്താത്തതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായി. നഷ്ടങ്ങളൊക്കെയും നികത്താൻ ഈ ഒക്ടോബറിൽ അമ്മയിലൂടെ നമുക്ക് കൊതിക്കാം. 7 നഷ്ടങ്ങളും അമ്മ വഴിയായി നികത്തപ്പെടും. 7 സങ്കടങ്ങളും അമ്മ വഴിയായിട്ട് പരിഹരിക്കപ്പെടും. ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, അച്ഛാ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതും മാത്രമേ മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ എൻ്റെ വീട്ടിലുള്ളൂ. എനിക്ക് വീടില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു മാർഗവുമില്ല, മക്കളൊക്കെ അവരുടെ വഴിയിൽ നടക്കണം. പക്ഷേ എന്താണെന്നറിയില്ല അച്ഛാ, എനിക്ക് ഭയങ്കര മനസ്സമാധാനമുണ്ട്. അറിയാതെ അമ്മ പറഞ്ഞ വാക്ക് മറ്റൊന്നുമല്ല, അതിൻ്റെ പേരാണ് കൃപ. കൊതിയോടെ നമുക്ക് പറയാം, ഈ കൃപാനദിയിൽ മുങ്ങി നിവരുന്ന അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതിനിണങ്ങുന്ന വിധം, അതിന് പര്യാപ്തമാകുന്ന വിധം ഒന്ന് മാറ്റിയെടുത്തേ. കരങ്ങൾ തുറന്നു പിടിച്ച് ഈശോയെ നോക്കിയിട്ട് ഈ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യവും ദിവികാരുണ്യത്തിൻ്റെ നിറവുമുള്ള ഈ സാന്നിധ്യത്തിൽ എഴുതി കൊടുത്തില്ലേ ജപമണികളിലൂടെ കുറേ നിയോഗങ്ങൾ? പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നില്ലേ പലതും? ഇനിയുമില്ലേ പറയാൻ ചിലതൊക്കെ? അകലെയുള്ള മക്കള്, അവരുടെ ഭാവി, വിടുവിട്ടുപോയ ചില പ്രിയപ്പെട്ടവര്, ചില പ്രിയപ്പെട്ട നിയോഗങ്ങൾ, അങ്ങനെ ഒരുപാട്. അവിടൊക്കെ നമ്മളിങ്ങനെ വെറുതെ നടന്നാൽ മതിയോ? ഒക്ടോബർ അതെല്ലാം തിരികെ തരും, അതെല്ലാം അഭിഷേകമാക്കി മാറ്റും. ദാഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തുന്നു. ആരാധന ആരാധന പാടാവാരാധന ആരാധന 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 പാടാവാരാധന ആരാധന 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 പാടാവാരാധന ആരാധന 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 പാടാമാരാധന ആരാധന. നമുക്കവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കും കൃപയൊഴുകാൻ, ഇടതടവില്ലാതെ ഇടമുറിയാതെ ഈ നീർച്ചാൽ എൻ്റെ കുടുംബത്തിൽ ഉത്ഭവിക്കാൻ, ആ നീർച്ചാലായി എൻ്റെ ജീവിതം മാറാൻ, ആ നീർച്ചാൽ തേടി
വിശ്വാസത്തോടെ ആളുകൾ അണയാൻ തക്ക വിധമുള്ള അഭിഷേകത്തിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ, വലിയ പ്രാർത്ഥനയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ ആശീർവാദം, ഈ കൃപകൾക്ക് വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്കൊന്നോർക്കാം. അഭിഷേകത്തോടെ ഈശോയുടെ കൂടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ആരാധന ആരാധന, പാടാം ആരാധന ആരാധന, ആഹാ ആരാധന ആരാധന, പാടാം ആരാധന ആരാധന, ആഹാ ആരാധന ആരാധന, പാടാം ആരാധന ആരാധന, ആഹാ ആരാധന ആരാധന, പാടാം ആരാധന ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ, വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.